ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഹിന്ദുവോ ക്രിസ്ത്യനോ അല്ല, അത് മുസ്ലിമാണ്. 2010-നും 2020-നും ഇടയിലുള്ള 10 വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ 347 ദശലക്ഷം വർദ്ധിച്ചതോടെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ക്രിസ്തുമതം ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ മതവുമാണ്. തൊട്ടുപിന്നിൽ നോൺസ് അഥവാ മതപരമായി ബന്ധമില്ലാത്ത ആളുകളാണുള്ളത്. അതേസമയം ലോക ജനസംഖ്യയിൽ ഹിന്ദുക്കൾ 4-ാം സ്ഥാനത്താണുള്ളത്. ജൂൺ 9-ന് പ്രസിദ്ധീകരിച്ച പ്യൂവിന്റെ ഗ്ലോബൽ റിലീജിയൻസ് ലാൻഡ്സ്കേപ്പ് റിപ്പോർട്ട് ജനസംഖ്യാ വളർച്ച ആഗോള മതഭൂപ്രകൃതിയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ഇത് പ്രധാനമായും 7 വിഭാഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ജൂതന്മാർ, മറ്റു മതങ്ങളിൽപ്പെട്ടവർ, മതപരമായി ബന്ധമില്ലാത്തവർ. മറ്റ് എല്ലാ മതവിഭാഗങ്ങളെയും കൂട്ടിയാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് മുസ്ലിങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 1.8% വർദ്ധിച്ച് 25.6% എത്തിയിട്ടുണ്ട്. കണ്ട നിങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് വളരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. പക്ഷെ ആ ഇസ്ലാം മാത്രമാണ് മുമ്പിൽ എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊരു പേടി. അവർ പലതും കമന്റിലൂടെ വന്നിട്ട് പറയാൻ, പരിശുദ്ധമായ ഇസ്ലാം വളരണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോൾ വളരെ മോശമായ രീതിയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആശയങ്ങളെയും കുറ്റപ്പെടുത്തുന്നത് കണ്ടു. പക്ഷേ ഹിന്ദുക്കളായ സഹോദരങ്ങളും മുസ്ലിമീങ്ങളായ സഹോദരങ്ങളും ക്രൈസ്തവരായ സഹോദരങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിൻ്റെ മഹത്വങ്ങളും പറയുന്നതും ഞാൻ കണ്ടു. വളരെയധികം സന്തോഷവും അതിലുപരിയായിട്ട് അഭിമാനവും തോന്നുന്ന ഒരു വാർത്തയും കമന്റ് ബോക്സുമായിരുന്നു ഇത്. ഇസ്ലാമിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് വേദനിച്ചു പോകുന്ന വിഭാഗം എന്നും ലോകത്ത് വേദനിക്കുന്നവർ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ എന്നും ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ, ഇസ്ലാമിന്റെ മഹത്വം എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിക്കാണ്, എന്നും പേടിക്കാണ്. ആരും ഈ വാർത്ത കേട്ടപ്പോൾ പേടിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം വളരാനും ഒരുപാട് കാരണമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീൻ അവിടുത്തെ മതമായിട്ട് അള്ളാഹു തആല നമുക്ക് സമ്മാനിച്ചു തന്നപ്പോൾ റബ്ബ് തന്നെയാണ് ഇസ്ലാമിന്റെ പരിശുദ്ധ ദീനിനെ ഇവിടെ കൊണ്ടുവന്നത്. റബ്ബ് തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. റബ്ബ് തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ദൂതനായി അയച്ചിട്ടുണ്ട്. ആ പ്രവാചകർ എങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. തന്റെ അയൽവാസികളോടും കൂട്ടുകാരോടും കൂടപ്പിറപ്പുകളോടും ബന്ധപ്പെട്ടവരോടുമുള്ള ദൗത്യങ്ങൾ. വലക്കത് കറംന ബനി ആദമ സന്തതികളെ മുഴുവനും ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകളോടും പറയുന്നത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അത് മൃഗങ്ങളോടാവാം, അത് മനുഷ്യരോടാവാം, അത് മറ്റു മതസ്ഥരോടാവാം, എല്ലാത്തിനും മനുഷ്യൻ, മൃഗം, അല്ലെങ്കിൽ ഭൂമിയുടെ ഏത് വസ്തുക്കളാകട്ടെ അതിനോട് കരുണ ചെയ്യാൻ പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ പരിശുദ്ധമായ ദീനിന്റെ വളർച്ച എങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഉയരാതിരിക്കുന്നത്? കാരണം സന്ദേശങ്ങൾ എടുത്തു നോക്കൂ. പരിശുദ്ധ ദീനിന്റെ പല ആളുകളും കൊലയും കൊള്ളയുമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന ആളുകളുണ്ട്. പല ആൾക്കാരും ഇസ്ലാമിന്റെ ഓരോ കാഴ്ചപ്പാടുകളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. മൈക്കയും കെട്ടി പല രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക. ആദ്യം പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ചിട്ട് പഠിക്കുക. ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. നിങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ വെറുതെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, എന്താണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാനുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു, കാരണം എന്തായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കും. അവർ പറയും ഞങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യം ആസ്വദിച്ചവരാണ് എന്ന്. മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ബോധം പോലും ഇല്ലാത്ത പല ആളുകൾ ഇന്ന് ഈ ഒരു വാർത്ത കണ്ടപ്പോ ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ എടുത്തു നോക്കുമ്പോ പടച്ചുറബെ വളരെ മോശമായിട്ട് ഓരോ മൃഗങ്ങളുടെ പേരുകള് കൂട്ടിച്ചേർത്തിട്ട് അതുപോലെ പ്രസവിക്കല്ലേ വീടുകളിൽ, പിന്നെ എങ്ങനെയാണ് വളരാതിരിക്കുക, അവർക്ക് അത് തന്നെയല്ലേ പണി, കാമം തീർക്കലല്ലേ പണി, പിന്നെ എങ്ങനെയാണ് അവര് വളരാതിരിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മോശമായ വാക്യങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ പല ആളുകളും പറയുന്നുണ്ട്. എന്നും പറയുന്ന ആളുകൾ തന്നെയാണ് അതും പറയുന്നത്. അവരുടെ പേര് കണ്ടാൽ അറിയാലോ ഏതാണ് അവരെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷേ ഇസ്ലാമിന്റെ പേര് പറയുമ്പോൾ മാത്രം നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ അതിങ്ങനെ മാത്രം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വളർച്ചയാണ്. അത് പരിശുദ്ധമായ ഇസ്ലാമിന്
എന്നും ആളുകളിലേക്ക് എത്തിപ്പെടാൻ ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു കാരണമാണ് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. കാരണം ഇസ്ലാമിനെ മനസ്സിലാക്കി കടന്നു വന്ന ഒരാളും പരിശുദ്ധമായ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തൂല. ഒരാളും തന്നെ ആ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ട എന്ന് പറയില്ല. കാരണം അത്രത്തോളം മഹത്വം ഈ പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. കാരണേ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട്, പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കണം നിങ്ങൾ. അവരോടൊന്ന് ചോദിക്ക്, എന്താണ് പരിശുദ്ധമായ ഇസ്ലാം? അയൽവാസിയോടുള്ള ബഹുമാനവും, ഉമ്മയെയും ബാപ്പയെയും സ്നേഹിക്കുന്നതും, തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കുന്നതും, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതും സഹകരിക്കുന്നതുമായ വാക്യങ്ങൾ പഠിപ്പിക്കുന്ന മതം പരിശുദ്ധമായ ഇസ്ലാം. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്താൽ നമ്മൾ തന്നെ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. എത്ര വലിയ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്നത് എന്ന് ആലോചിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇസ്ലാം ഇതല്ല, ഇതിൻ്റെ അപ്പുറവും വളരും. ഈ ലോകം അവസാനിക്കുന്നത് വരെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിൽക്കും. അതുകൊണ്ട് ഇത് പറയുന്ന ആളുകളോ കമന്റിലൂടെ വന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, അത് ആർക്കും ഏശുകയില്ല എന്ന് സ്വയം നിങ്ങളൊന്ന് മനസ്സിലാക്കുക.